ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു സാറ്റർഡേ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 11:30. എൻ്റെ എപ്പോഴും ലഞ്ച് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് 11 o'clock ശേഷമാണ്. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്. രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവായിരുന്നു. കുറച്ച് ബാക്കി വന്നപ്പോഴത്തേക്കും ഇടയ്ക്കൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. സ്നാക്കായിട്ട് മറ്റേതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇത് ഇച്ചിരി ഒന്ന് കഴിക്കാം. ഇത് നല്ല ചൂട് രസം റെഡിയാക്കി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രസം പോലെ. പിന്നെ ഇത് മീൻ വറുക്കാനായിട്ടുള്ളത് എൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി വച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ കറി, ട്രിവാൻഡ്രം സ്റ്റൈൽ തേങ്ങയൊക്കെ അരച്ച് മീൻ കറി കുറച്ച് വറ്റിച്ചതായിട്ടൊക്കെയാണ് ഞാൻ വച്ചിരിക്കുന്നത്. എനിക്കന്ന് അയല മീനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചൂട് തേങ്ങയൊക്കെ അരച്ച ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി, പിന്നെ ഫിഷ് മുളകൊക്കെ പുരട്ടി വെച്ചു, രസം റെഡിയാക്കി. പിന്നെ വെണ്ടയ്ക്കയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അരി തിളപ്പിച്ച് ഞാൻ ഈ ചൂടാറ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കൊരു 20-25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് നമുക്ക് അരി വാർത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യായിരുന്നു. 11:45 ആയിട്ടേ ഉള്ളൂ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെയാണ്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം കഴുകി വെച്ചു. അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്ന് നന്നായിട്ട് കുക്കായതിന് ശേഷമാണ് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെണ്ടയ്ക്ക ഉപ്പേരി ഓർ വിഴുക്കുരട്ടി എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവമില്ലേ, അത് ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു മാജിക്കായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഞാൻ വെണ്ടയ്ക്ക വിഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു രസത്തിന് അങ്ങനെ നോക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടത് കുക്കായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജെല്ലി അല്ലെങ്കിൽ ഒരു ഗം കൺസിസ്റ്റൻസി മാറി കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ഒരു 10-15 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും ഇടേണ്ട മസാലയൊക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് ഒരു ലിഡ് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. സിമ്മിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ സിമ്മിലാക്കി ഞാൻ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് കോഴിമുട്ടുകൾ നോക്കി എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അതിൻ്റെ കവറും ഓപ്പൺ ആണെന്നുള്ളത്. എൻ്റെ കയ്യോ മറ്റോ തട്ടയാണെങ്കിൽ പെട്ടെന്ന് വന്ന് എല്ലാം ബുൾസയോ ആംപ്ലേറ്റോ ആകും എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഒന്ന് മാറ്റി വെച്ചു. അല്ലെങ്കിൽ ചില സമയത്ത് ഹറി സമയത്ത് അത് പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എനിക്ക് 1-2 പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വിഴുക്കുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി ഒന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വയ്ക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഗ്ഗൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല. നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ട്രേയിൽ പുറത്ത് തന്നെയാണ് ഇങ്ങനെ വയ്ക്കാറുള്ളത്. അപ്പോൾ രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ എടുത്ത് വെച്ചൊന്നുമില്ല. അപ്പം പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഉപ്പേരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സിമ്മിലാക്കി ഇച്ചിരി ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു അരി ഊറ്റാനുള്ള ആ ഒരു സമയം ആയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അരിയാക്കി ചോറ് ഒന്ന് ഊറ്റി വെച്ചു. നല്ല ചൂട് ചോറായിരുന്നു. പെർഫെക്റ്റായിട്ട് തന്നെ ഊറ്റാൻ പറ്റി. അപ്പോൾ അത് ഞാൻ അതിലേ തന്നെ വയ്ക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചൂടോടെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 12 o'clock ആയി നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വെണ്ടയ്ക്ക വിഴുക്കുരട്ടി ഓർ ഉപ്പേരി റെഡിയായി. രസം റെഡിയായി. ഇനി അടുത്തത് മീൻ വറുക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മീൻ വറുക്കുന്ന പാനാണ്. അപ്പം വേറൊരു ഇത് വെച്ചിട്ട് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ പ്രത്യേകം നല്ല സ്വാദാണ്. ആൻഡ് ഇതിൽ മസാലയിൽ ഞാൻ അത്യാവശ്യം നല്ല മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ ഈ ടേസ്റ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ മീൻ വറുക്കാനുള്ള ഒരു ഫിഷ് ഫ്രൈ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എരിവോ അങ്ങനെയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ഫിഷ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ചിമ്മിനി അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ജന്നലും എക്സോസ്റ്റ് ഫാനൊക്കെ റെഡിയാക്കി തുറന്നങ്ങ് വെക്കും. പിന്നെ എല്ലാത്തിൻ്റെയും സ്പൂണ്, അതായത് റൈസിനത്, പിന്നെ ഫിഷിന്, വിഴുക്കുരട്ടി, രസത്തിന് എല്ലാത്തിൻ്റെ അതിൻ്റേതായ സ്പൂണ് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചു. സോ ദാറ്റ് നമുക്ക് വിളമ്പുന്ന സമയത്ത് ഒന്ന് നോക്കണ്ട. അപ്പം നല്ല
ഹോട്ട് ആൻഡ് ചൂടായിട്ട് നമ്മളുടെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആയിരുന്നു. പിന്നെ ചേട്ടനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഒരു 12:30 12:45 ഒക്കെ ആയപ്പോഴത്തേക്കും ലഞ്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നല്ല വെയിലായിരുന്നു. പിന്നെ ഞാനങ്ങനെ കുറച്ച് നേരം വെളിയിൽ നിന്നു. മോള് ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവളെ കാണാത്തതിൽ. അങ്ങനെ പിന്നെ നോക്കി നിന്ന് ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചേട്ടനെ എടുത്തു കൊടുത്തു. ചോറ്, കൂട്ടാൻ, മീൻ കറി, മീൻ ഫ്രൈ, പിന്നെ അച്ചാർ, പപ്പടം ഒക്കെ വെച്ച് അങ്ങനെ കൊടുത്തു. ഇത് ഞാൻ ഒരുപാട് അങ്ങ് സൂം ചെയ്ത് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഫുഡായിട്ട് തോന്നുന്നത്. ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ. രസം പിന്നെ ഞാൻ സൈഡിൽ ഡൈനിങ്ങിൽ തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ചേട്ടൻ പിന്നെ ആവശ്യത്തിന് എടുത്ത് കഴിച്ചാൽ മതി. ഇവർക്ക് പിന്നെ അച്ചാർ, പപ്പടം, മോരൊക്കെ ഡെയിലി ആവശ്യമാണ്. മോൾക്ക് പിന്നെ നേരത്തെ അവൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്ന് ഞാൻ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും താങ്ക് യു.